നമസ്കാരം. തരുൺ ബുട്ടോളിയ, ഈ പേര് കേട്ടാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരില്ല. തരുൺ, ആരാണ് ഈ തരുൺ? തരുൺ തരൺ ആദർശാണോ? സിനിമാ നിരൂപകൻ ആണോ എന്നൊക്കെ പലരും ചോദിച്ചേക്കാം. പക്ഷേ ജുനൈദ് എന്നുള്ള പേര് കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് ഓർക്കും. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 10 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുകൊടുത്ത, സീറ്റ് തർക്കത്തിൻ്റെ ഇടയിൽ കുത്തുകൊണ്ട് മരിച്ച, എന്നാൽ ബീഫിൻ്റെ പേരിലാണ് കുത്തിക്കൊലപ്പെടുത്തിയത് എന്ന വ്യാജ പ്രചാരണത്തിൻ്റെ മുഖമായി മാറിയ ജുനൈദിനെ ഓർമ്മയുണ്ടാകും. ഇത്തരത്തിലുള്ള മുഹമ്മദ് അഖ്ലാഖിനെ ഓർമ്മയുണ്ടാകും. പക്ഷേ തരുൺ ബുട്ടോളിയുടെ പേര് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. തരുൺ എന്നുള്ള പേര് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെയും ഇവിടെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ തരുൺ ബുട്ടോളിയ എന്നുള്ള പൂർണ്ണനാമം, അത് തന്നെ തരുൺ കുമാർ എന്നൊക്കെ മാറി മാറി തരുൺ കുമാർ ബുട്ടോളിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മാംരാജ്. അമ്മയുടെയും സഹോദരിയുടെയും ഒന്നും പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം മാധ്യമങ്ങളിൽ തൽക്കാലം ആ പേരുകൾ കൊടുക്കണ്ട എന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ മാംരാജ് എന്നുള്ള പിതാവും തരുൺ ബുട്ടോളിയ എന്നുള്ള മകനും. എന്താണ് ഇവരുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ പ്രസക്തിയൊന്നുമില്ല. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. മാർച്ച് 4 ഹോളി ആഘോഷത്തിൻ്റെ ഇടയിൽ ഡൽഹി ഉത്തം നഗർ പ്രദേശത്ത് ചില പ്രത്യേക വിഭാഗക്കാർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വ്യക്തിയാണ് 26 വയസ്സുകാരനായ തരുൺ ബുട്ടോളിയ. എന്തിനാണ് അദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്? വളരെ നിസ്സാരമായൊരു കാര്യം. ഒരു 11 വയസ്സുകാരി ഒരു പെൺകുട്ടി ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളം നിറച്ച നിറം ചാലിച്ച വെള്ളം നിറച്ച ഒരു ബലൂൺ എറിഞ്ഞത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ദേഹത്ത് പോയി വീഴുകയും അത് സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ തരുൺ തുരത്തി ഓടിക്കുകയും ചെയ്തു. തുടർന്ന് തരുൺ ഹോളി ആഘോഷങ്ങൾക്കായി വീട്ടിൽ നിന്നിറങ്ങി. പെട്ടെന്ന് തരുണിനൊരു ഫോൺ കോൾ വരുന്നു. തരുണിൻ്റെ അമ്മയും അച്ഛനെയുമൊക്കെ ആരൊക്കെയോ ആക്രമിക്കുന്നു. പരിഭ്രാന്തനായ തരുൺ അതിവേഗത്തിൽ ബൈക്കിൽ തിരികെ എത്തിയപ്പോൾ 12-15 പേരടങ്ങുന്ന ഒരു സംഘം അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. ഇരുമ്പ് വടികൾ, ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്കുകൾ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഒരു മനുഷ്യനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം ഭീകരമായൊരു കൃത്യമാണ്. കാരണം തലയ്ക്കൊരു അടി കൊടുത്ത് കൊല്ലുക എന്നുള്ളതൊന്നും അല്ല ഈ സിനിമയിലൊക്കെ കാണും പോലെ. മർദ്ദിച്ച് ജീവൻ പോകുന്നത് വരെ തല്ലി കൊല്ലുക എന്ന് പറയുന്നത് ഭീകരമായൊരവസ്ഥയാണ്. ഭീകരവാദികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയാണ്. 7ഓളം പ്രതികളെ പോലീസ് തിരയുന്നുണ്ട്. 3ഓളം പേർ പിടിയിലായിട്ടുണ്ടെന്നാണ് അവസാനം വരുന്ന വിവരം. പക്ഷേ പതിവ് പോലെ തന്നെ സ്ത്രീകളെ മുന്നിൽ നിർത്താനാവാത്തത് കൊണ്ട് ഈ മർദ്ദനവും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു അക്രമ സംഭവമായത് കാരണം പതിവിൽ നിന്നൊരല്പം മാറ്റം വരുത്തി സ്ത്രീകളെ മുന്നിൽ നിർത്താതെ ഒരു പ്രത്യേക സമുദായം പ്രായപൂർത്തിയാകാത്ത 7 പേരുടെ പേര് പറഞ്ഞ് അവരാണിത് ചെയ്തത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ കേസിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗമാണെന്നല്ല ഞാൻ പറയുന്നത്, പ്രതികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതികളുടെ സഹായികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമം നടക്കുന്നത് കൊണ്ട് തന്നെ തരുണിൻ്റെ പിതാവ് മാംരാജ് ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണമെന്നാണ്. എന്തായാലും ഡൽഹി സർക്കാർ ഇപ്പോൾ തന്നെ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. തന്നെയുമല്ല, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട, അതായത് ഈ 11 വയസ്സുകാരി പെൺകുട്ടി എറിഞ്ഞ നിറം ചാലിച്ച വെള്ളം നിറച്ച ബലൂൺ വന്ന് വീണ സ്ത്രീയുടെ 3 സഹോദരന്മാരാണ് ആദ്യമായി ഈ പ്രശ്നം തുടങ്ങിയത്. ആ 3 സഹോദരന്മാരുടെയും വീട് ഏതാണ്ട് പൂർണ്ണമായും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി കഴിഞ്ഞു. ഉത്തം നഗറിലെ നിവാസികൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 50 കൊല്ലമായി ഈ ഒരു സമുദായം, അവർ മറ്റൊരു പ്രദേശത്താണ്, ഉത്തം നഗർ എന്നല്ല അതിന് പറയുന്നത്, JJ കോളനി എന്നാണ് അവർ താമസിക്കുന്ന, ഈ പ്രത്യേക സമുദായം താമസിക്കുന്ന പ്രദേശത്തിന് പറയുന്നത്. ഈ JJ കോളനി നിവാസികൾ ഉത്തം നഗർ നിവാസികളെ കഴിഞ്ഞ 50 വർഷങ്ങളോളമായി നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ, ഇത്തരം ഹൈന്ദവ ആഘോഷങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുക, അതിനിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കുക തുടങ്ങിയ നടപടികളുമായി ഇവർ 50ഓളം വർഷങ്ങളായി അവിടെയുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ ഇടയിൽ പ്രായപൂർത്തി ആയാലും ഇല്ലെങ്കിലും ഈ പ്രതികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ UPയിൽ യോഗിയുടെ പോലീസ് കൈകാര്യം ചെയ്യുന്ന പോലെ എൻകൗണ്ടറിലൂടെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആവശ്യവും ആ പ്രദേശത്ത് ശക്തമാണ്. പക്ഷേ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയിലേ പോകൂ. ഒപ്പം അനധികൃത നിർമ്മാണങ്ങൾ ഈ പ്രതികളുടെ പേരിലുണ്ടെങ്കിൽ, വസ്തുവകകളിലുണ്ടെങ്കിൽ അവയുടെ മേലെല്ലാം ബുൾഡോസർ കയറ്റുമെന്നുള്ള നടപടിയിലേക്കാണ് ഡൽഹി സർക്കാർ നീങ്ങിയിരിക്കുന്നത്. അതിനെ നാട്ടുകാർ കൈയടിച്ചാണ് ഈ നടപടികളെ സ്വാഗതം ചെയ്യുന്നത്. ഒരു ഇരവാദവുമായിട്ട് ബന്ധുക്കളുടെ
വീടുകൾ തകർന്നതിൽ തട്ടമിട്ട കുറേ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇതിനൊക്കെ ഒരു നിയമം വേണ്ടേ, വ്യവസ്ഥ വേണ്ടേ. തരുണിനെ തല്ലിക്കൊന്നപ്പോൾ നിയമം എന്ന് പറയുന്നൊരു വ്യവസ്ഥ മറ്റേതെങ്കിലും രാജ്യത്ത് നിലവിലുള്ള പ്രത്യേക നിയമമായിരുന്നു എന്നുള്ള ചോദ്യം നാട്ടുകാർ തിരികെ ചോദിക്കുന്നുമുണ്ട്. അതാണ് ഇതിലെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു വസ്തുത. ഇതിന് ഈ കൗതുകകരമെന്ന് പറയുമ്പോൾ അത് സന്തോഷം തരുന്ന കൗതുകമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കൗതുകകരമായിട്ടുള്ള വാർത്തകൾ എന്നുള്ളത് എൻ്റെ ഒരു പ്രേക്ഷകരോടുള്ള സംവാദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിൽ വിവിധ തലത്തിലാണ്. ചിലത് സന്തോഷകരമായ കൗതുകം തരുന്നതായിരിക്കും, ഇതെല്ലാം ദുഃഖകരമായ കൗതുകം തരുന്ന വാർത്തയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം പരിശോധിച്ചാൽ കേരളത്തിലേക്കൊന്ന് വന്നാൽ, കേരളത്തിൽ എത്ര മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളെ വിട്ടേക്കൂ, പത്രമാധ്യമങ്ങളെ വിട്ടേക്കൂ, അച്ചടി മാധ്യമങ്ങളെയും വിട്ടേക്കൂ, ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രമുഖരായിട്ടുള്ള നിരവധി ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ. അതായത് ദശലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെയുള്ള പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അവയിൽ എത്ര എണ്ണത്തിൽ നിങ്ങൾ ഈ വാർത്ത പ്രാധാന്യത്തോടു കൂടി കണ്ടു കാണാൻ സാധ്യത കുറവാണ്. കാരണം കേരളത്തിൽ കൊല്ലപ്പെടുന്നയാൾ JJ കോളനിയിലുള്ളത് ആളും കൊലപ്പെടുത്തിയവർ ഉത്തം നഗറിലുള്ളവരാണെങ്കിലുമേ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകപ്പെടുകയുള്ളൂ. ഉത്തം നഗറിൽ ആരായിരുന്നു താമസിക്കുന്നത്, JJ കോളനിയിൽ ആരായിരുന്നു താമസിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് പിന്നോക്കം പോയി കാണുക, അല്ലെങ്കിൽ ഓർത്തെടുക്കുക. കേരളത്തിൽ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടണമെങ്കിൽ കൊല്ലപ്പെട്ടയാൾ ഞാൻ പറഞ്ഞതുപോലെ JJ കോളനിയിലുള്ളയാളായിരിക്കണം, അക്രമികൾ ഉത്തം നഗറിലുള്ളവരായിരിക്കണം. നിർഭാഗ്യവശാൽ തരുൺ ഉത്തം നഗർ നിവാസിയായിരുന്നു. തരുണാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകികൾ, ഈ ഭീകരവാദികൾ JJ നഗർ കോളനിയിലുള്ളവരാണ്. JJ നഗർ കോളനിയിലുള്ളവരെ നമ്മൾ മതേതരത്വത്തിൻ്റെ തകർച്ചയെ മുൻനിർത്തി, അല്ലെങ്കിൽ BJPക്ക് മൈലേജ് കിട്ടുമെന്ന് പേടിച്ച് നമ്മൾ JJ കോളനിയിലുള്ളവരെ കുറ്റവാളികളായി കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള JJ കോളനിയിലുള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരില്ല. അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. ബംഗാളിലുമുണ്ട്, ബംഗാൾ പതിയെ മാറി വരുന്നു. കർണാടകയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് എതിർപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം ഏതാണ്ട് 90% മാധ്യമപ്രവർത്തകരും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ വ്യാപൃതരാണ്, ഇത്തരത്തിലുള്ള ഒരു ആശയം വെച്ചു പുലർത്തുന്നവരാണ്, JJ കോളനി നിവാസികളുടെ ഒപ്പം മാത്രം നിൽക്കുന്നവരാണ്. ഉത്തം നഗറിലുള്ളവർ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ്, വെറുതെ പറയുന്നതല്ല. ബംഗാളിൽ ഹിന്ദു വംശഹത്യ നടന്നിരുന്ന സമയത്ത് ഒരു പ്രമുഖ ചാനലിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ് അവരെന്നുള്ള രീതിയിലൊരു സ്ത്രീ വളരെ നികൃഷ്ടമായ തരത്തിൽ തന്നെ പ്രതികരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. കേരളത്തിലെ പ്രേക്ഷകർ ഏത് മാനസികാവസ്ഥയിലാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നോട് തന്നെയും ഞാൻ ആ ചോദ്യം ചോദിക്കുന്നു, നിങ്ങളോടും കൂടി ചോദിക്കുന്നു. ഉത്തരങ്ങൾ കമൻ്റായി നിങ്ങൾ ഇവ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. എന്തായാലും തരുൺകുമാർ ബുട്ടോലിയ, മുഴുവൻ പേര് തന്നെ പറയണം, തരുൺകുമാർ ബുട്ടോലിയ, ആ നിർഭാഗ്യവാനായ യുവാവിന് 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കിടെക്ചറൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ ഡിസൈനിങ് ഒക്കെ പഠിച്ച് കുടുംബത്തിനെ എങ്ങനെയും ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന ആഗ്രഹവുമായിട്ട് ജീവിച്ച് വീടുകളൊക്കെ ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെക്കുറിച്ചുള്ള മനോഹരമായ ഡിസൈനുകളൊക്കെ വരയ്ക്കുമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ യുവാവിൻ്റെ സ്വപ്നങ്ങൾ, ആ യുവാവിൻ്റെ കുടുംബങ്ങളുടെ എന്ന് ഞാൻ പറയുന്നത് ആ യുവാവിൻ്റെ നേരിട്ടുള്ള അച്ഛനമ്മ സഹോദരി അടങ്ങുന്ന കുടുംബം മാത്രമല്ല, മറ്റ് പല കുടുംബങ്ങളുടെയും ആശ്രയമായ യുവാവായിരുന്നു. എല്ലാ കാര്യത്തിനും സഹായമായ യുവാവ് സക്രിയമായി തൻ്റെ മുമ്പിലുണ്ടായിരുന്നു. വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മിടുക്കനായ യുവാവായിരുന്നു. 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. തല്ലിക്കൊന്നു കളഞ്ഞു. കേരളത്തിൽ വാർത്തയില്ല. എന്തായാലും നമുക്ക് ആ വാർത്ത കൊടുക്കാതെ തരവുമില്ല. നമ്മൾ ആ വാർത്ത കൊടുക്കുകയും ചെയ്യും. തുടർന്നുള്ള ഈ കേസിൻ്റെ, ഈ അന്വേഷണത്തിൻ്റെ ഒരു വികാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.